പലസ്തീൻ വിഷയത്തിൽ പ്രത്യേകിച്ച് ഗസയിൽ നിർണായക തീരുമാനമെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അന്തിമ യുദ്ധത്തിനൊരുങ്ങാൻ ഇസ്രായേൽ സേനയ്ക്ക് ആഹ്വാനം കൊടുത്തിരിക്കുകയാണ് നെതന്യാഹു. അതായത് ഇനി ഒരു സന്ധിക്കുമില്ല, വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നുള്ള നിലപാടിൽ ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ സൈനിക മേധാവി, കൃത്യമായി അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ ഇയാൽ സമീർ, അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ഏതാണ്ട് 3 മണിക്കൂറോളം ദീർഘമായ ചർച്ച നടത്തുകയും ചെയ്തു. യുദ്ധതന്ത്രം സംബന്ധിച്ചുള്ള നിർണായക തീരുമാനം രണ്ടു പേരുടെയും ചർച്ചയിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ എന്താണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വാർത്തകൾ വന്നിട്ടില്ല. ഇസ്രായേൽ മാധ്യമമായ കാൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നെതന്യാഹു ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഗസയിൽ സമ്പൂർണ്ണ ആധിപത്യം ഇസ്രായേൽ സേന നേടണം എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ആഗ്രഹിക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹം സൈനികരോട് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ മാധ്യമമായ കാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെതന്യാഹുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പൂർണ്ണമായും അതായത് ഇസ്രായേൽ സേന അവരുടെ ദൗത്യം, അവരുടെ ജോലി പൂർത്തിയാക്കുക, ഗാസയിൽ സമ്പൂർണ്ണമായ ആധിപത്യം നേടുക, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാണ്ടാക്കുക, അതായത് ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുക, ഗസയിൽ അവരെ അപ്രസക്തരാക്കുക. ഇതുവഴി ബന്ദികളുടെ മോചനം, ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ബന്ദികളുടെ മോചനം സാധ്യമാക്കുക എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പദ്ധതി. നിലവിൽ ഗസയിൽ ഇസ്രായേൽ സേന കൈയടക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ സേന നിയന്ത്രണത്തിലുള്ള മേഖലയ്ക്ക് ഉപരിയായിട്ടുള്ള സ്ഥലത്താണ് ബന്ദികളെ പാർപ്പിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ അടക്കം കടന്നു ചെന്ന് യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ ഹമാസിനെ നേരിടുക എന്നുള്ള യുദ്ധതന്ത്രത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇസ്രായേലിൻ്റെ ഈ നീക്കം ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകും എന്ന് UN പ്രതിനിധികൾ ഒരു ആശങ്ക വെക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഈ ബന്ദികളുടെ മോചനമടക്കം, അവരുടെ സുരക്ഷിതത്വം അടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് UN പ്രതിനിധി വിലയിരുത്തുന്നത്. നേരത്തെ ഈ ഹമാസിൻ്റെ തടവിലുള്ള, ഹമാസിൻ്റെ പിടിയിലുള്ള ബന്ദികളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം പുറത്തു വന്നിരുന്നു. ഏതാണ്ട് 51ഓളം പേരാണ് ഹമാസിൻ്റെ പിടിയിലുള്ളത്. അപ്പോൾ ഇവരുടെ വളരെ ദയനീയമായ ചിത്രങ്ങൾ, ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മതിയായ ഭക്ഷണം കിട്ടാതെ രോഗപീഠകൾ അനുഭവിക്കുന്ന തരത്തിൽ, നരകയാതനകൾ അനുഭവിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇവർ ഈ ബന്ദികൾ ഹമാസിൻ്റെ പിടിയിലുള്ള ബന്ദികളിൽ ഇനി എത്ര പേർ ജീവനോടെ ഉണ്ട് എന്നതിൽ പോലും ഒരു അവ്യക്തതയുണ്ട്. 51 പേർ ഉണ്ടാകും എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക കണക്കെങ്കിലും എത്ര പേർ ഇപ്പോൾ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇസ്രായേൽ നിലപാട്. അതിന് കൃത്യമായ ഒരു നിർദ്ദേശം സൈന്യത്തിന് ബെഞ്ചമിൻ നെതന്യാഹു നൽകി എന്നുള്ളതാണ് വിവരം. അതായത് ഇസ്രായേൽ ഗാസയിൽ പൂർണ്ണമായ ആധിപത്യം നേടുക, ഗസയിൽ സൈനികമായി അത്തരത്തിൽ ഇസ്രായേലിൻ്റെ വരുതിയിൽ കൊണ്ടുവരിക എന്നുള്ള കർശന നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ പ്രകാരം ബെഞ്ചമിൻ നെതന്യാഹു ഒരു മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. അതായത് പുതിയ യുദ്ധനയം സംബന്ധിച്ച്, അല്ലെങ്കിൽ ഗസയിൽ സ്വീകരിക്കേണ്ട അടുത്ത നയപരിപാടികൾ സംബന്ധിച്ച് ഒരു ക്യാബിനറ്റ് യോഗത്തിൽ ചർച്ച നടക്കേണ്ടതുണ്ട്. ഇതിനു മുൻപായാണ് അദ്ദേഹം സൈനിക മേധാവിയായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് ഇസ്രായേൽ മാധ്യമമായ കാൻ റിപ്പോർട്ട് ചെയ്തത്. ഗസയിൽ സമ്പൂർണ്ണമായ ഇസ്രായേൽ ആധിപത്യം, ഇത് സംബന്ധിച്ച ഹമാസിൻ്റെ പ്രതികരണവും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് കാര്യങ്ങൾ കൂടുതൽ വഷളാകാനേ ഈ സാഹചര്യം ഉപകരിക്കൂ എന്നുള്ളതാണ് ഹമാസിൻ്റെ നിലപാട്. അതായത് ഇസ്രായേലിൻ്റെ ഈ നിലപാടിനോടുള്ള ഹമാസിൻ്റെ പ്രതികരണവും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പന്ത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കയ്യിലാണ്. ഇസ്രായേൽ ഇത്തരത്തിൽ ഒരു കടുത്ത നിലപാടെടുത്താൽ അതിനെ കർശനമായി നേരിടും, അതിനെ എതിർക്കും എന്നുള്ള ഒരു നിലപാടാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഈ നിലപാട് മേഖലയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഗസയിൽ നമ്മൾ അനുഭവിക്കുന്ന, നേരിട്ട് കാണുന്ന കൊടിയ ദാരിദ്ര്യവും പട്ടിണിയുമുണ്ട്, അത് വല്ലാതെ വർദ്ധിക്കുന്നതിനും അതേപോലെ തന്നെ ഏറ്റുമുട്ടൽ വർദ്ധിപ്പിക്കുന്നതിനും മാത്രമേ ഈ ഒരു നടപടി ഉപകരിക്കൂ. ഹമാസ് ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. അതിനുതകുന്ന നിലയിൽ ഇസ്രായേൽ പ്രതികരിക്കണം എന്നുള്ളതാണ് ഹമാസിൻ്റെയും നിലപാട്. UN അതേപോലെ തന്നെ ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് ഇടനില നിൽക്കുന്ന അമേരിക്കൻ പ്രതിനിധിയും സ്റ്റീവ് വിറ്റ്കോഫും അടക്കമുള്ളവർ ഈ കാര്യത്തിൽ ഇനി എന്താണ് അവരുടെ ഒരു നിലപാട് എന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ
ദോഹയിൽ രണ്ടു കൂട്ടരെയും ഹമാസിനെയും ഇസ്രയേലിനെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഹമാസ് ഏകപക്ഷീയമായി ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ആരോപണം. സമാധാന ചർച്ചകൾക്ക്, സമാധാന നീക്കങ്ങൾക്ക് ഹമാസ് താല്പര്യമില്ല. അവർക്ക് ഏറ്റുമുട്ടലും അതേപോലെ തന്നെ മരണവുമാണ് താല്പര്യം എന്നുള്ള നിലയിലാണ് ഇസ്രയേൽ പ്രതികരിച്ചത്. തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണവും വന്നത് നമ്മൾ ശ്രദ്ധയോടെ കാണുക. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇസ്രയേൽ അവിടെ ദൗത്യം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ആ ജോലി അവിടെ തീർക്കുക എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്ത നിർദ്ദേശം. ഇതിനോടനുബന്ധമായി തന്നെ ഐക്യരാഷ്ട്രസഭയിൽ നടന്ന 2 സ്റ്റേറ്റ് സമ്മേളനത്തിന്റെ പ്രമേയവും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ആ സമ്മേളനം മുന്നോട്ട് വെച്ചത് ഗസയിൽ നിന്ന് ഹമാസ് പൂർണ്ണമായി പിൻവാങ്ങണം, ഹമാസ് നിരായുധീകരിക്കപ്പെടണം, ആയുധങ്ങൾ പലസ്തീന അടിയറ വെക്കണം, അതേപോലെ തന്നെ ഇസ്രയേൽ സേന ഗസയിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ളൊരു പ്രമേയമാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഇതിനെ ഇസ്രയേലും അമേരിക്കയും ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. ഇസ്രയേലും അമേരിക്കയും ആ സമ്മേളനം ബോയ്ക്കോട്ട് ചെയ്യുകയും 2 സ്റ്റേറ്റ് എന്ന് പറയുന്ന സങ്കല്പം, അതായത് പലസ്തീൻ എന്നും ഇസ്രയേൽ എന്നും രണ്ടായി വേർതിരിയുന്ന ആ ഒരു നിലപാടിന് ഇസ്രയേൽ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ നിലപാട്. ഇസ്രയേലിന്റെ നിലവിലെ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു സങ്കല്പം അനുസരിച്ച് പലസ്തീൻ അടങ്ങുന്ന മേഖല, പ്രത്യേകിച്ച് ഗസ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള മേഖല ഇസ്രയേലിന്റെ ഭാഗത്താകണം, ഇസ്രയേൽ അവിടെ ആധിപത്യം പുലർത്തണം എന്നുള്ളൊരു നിലപാടാണ്. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് ഇസ്രയേലിനുള്ളത്, കൂടെ അമേരിക്കയ്ക്കും. എന്നാൽ ഫ്രാൻസ്, ജർമ്മനി, UK അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ എതിർക്കുന്ന ഒരു നിലപാടിലേക്ക് വന്നു. ഈ രാജ്യങ്ങളെല്ലാം തന്നെ പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്ന തരത്തിൽ നിലപാടുകളിലേക്ക് പോകുന്നു. അതിനവർക്ക് കൃത്യമായ ന്യായീകരണവുമുണ്ട്. ഗസയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന വലിയ രീതിയിലുള്ള പട്ടിണിയും കുട്ടികളുടെ മരണവും പോഷകാഹാരക്കുറവും മൂലം കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ മരിക്കുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് അവിടെ അടിയന്തര സമാധാന സംഗതികൾ ഉണ്ടാകണമെന്ന് ഈ വലിയ ലോകശക്തി രാഷ്ട്രങ്ങൾ നിലപാടെടുക്കുന്നത്. അപ്പോൾ ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കുക, ഇസ്രയേലിനെ അമേരിക്കയും സമ്മർദ്ദത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന നിലപാടിലേക്ക് ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ പോയത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം ഇസ്രയേലിന്റെ മുകളിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ അത് അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഗസയിൽ സൈനികമായി സമ്പൂർണ്ണ ആധിപത്യം നേടണം എന്നുള്ള നിലപാടിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ ഇപ്പോൾ ഗൗനിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. ഇസ്രയേൽ അതിൻ്റെ ദൗത്യവുമായി മുന്നോട്ട് പോകും, ഗസ പൂർണ്ണമായും പിടിച്ചടക്കും, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാണ്ടാക്കും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും സംഘർഷം അതിരൂക്ഷമാകാനുള്ള, രക്തരൂക്ഷിതമായ ഏറ്റുമുട്ടലുകൾ ഇനിയും തുടരാനുള്ള സാധ്യതയാണ് ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ 22 മാസമായി നേരത്തെയും ഇസ്രയേൽ പലസ്തീൻ സംഘർഷം അല്ലെങ്കിൽ ഇസ്രയേൽ ഹമാസ് സംഘർഷം ഉണ്ടായിരുന്നെങ്കിലും അതിരൂക്ഷമായത് കഴിഞ്ഞ 22 മാസമാണ്. കൃത്യമായി പറഞ്ഞാൽ 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണം ഏതാണ്ട് 1219 പേരാണ് ഇസ്രയേലിലുള്ള സാധാരണക്കാരടക്കം കൊല്ലപ്പെട്ടത്. 251 പേരോളം പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു, ഹമാസിന്റെ പിടിയിലാവുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഇസ്രയേൽ വലിയ രീതിയിലുള്ള ആക്രമണം അല്ലെങ്കിൽ സൈനികമായുള്ള ഇടപെടലുകൾ ശക്തമാക്കിയത്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നയതന്ത്ര ഇടപെടലിൻ്റെയോ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിൻ്റെയോ ഭാഗമായി തങ്ങൾ ആ സൈനിക ഇടപെടലുകളും സൈനിക നടപടികളും നിർത്തിവെക്കാൻ ഉദ്ദേശമില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അവിടെ ഏറ്റുമുട്ടലുകൾ വളരെ വലിയ രീതിയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇനിയുള്ളത്.